ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകളിലൊന്നായ വാട്സപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നിലനിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മുന്നിലേക്ക് പുതിയ ഒരു ആപ്പ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ പുതിയൊരു ആപ്പ് കടന്നു വരികയും ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിഗ്നൽ എന്ന് പറയുന്ന പുതിയ ആപ്പ് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് തരുന്നതെന്നും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഓണർഷിപ്പ് ഒരേ കമ്പനിയിൽ അധിഷ്ഠിതമാണ്. മാത്രവുമല്ല, ഫേസ്ബുക്ക് അത് ഉപയോഗിക്കുന്നവരുടെ ഡാറ്റ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും മറ്റ് കമ്പനികൾക്ക് കൈമാറുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. ആ അവസരത്തിലാണ് വാട്സപ്പ് അത് ഉപയോഗിക്കുന്നവരുടെ എല്ലാം ഡാറ്റ ഫേസ്ബുക്കിന് കൈമാറും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ആശങ്കയിലാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ മുന്നിലേക്ക് സിഗ്നൽ എന്ന് പറയുന്ന പുതിയൊരു ആപ്പ് വന്നിരിക്കുന്നത്. സിഗ്നലിൻ്റെ പ്രത്യേകത, ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ വാട്സപ്പിനെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് എന്ന് വാട്സപ്പ് പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ശരിയാണെന്നോ വാട്സപ്പിൻ്റെ സ്വകാര്യത എത്രത്തോളം ഉണ്ടെന്നോ നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അതിൻ്റെ സോഴ്സ് കോഡുകൾ ഒന്നും തന്നെ ആർക്കും തന്നെ വാട്സപ്പ് കൈമാറുകയില്ല. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സിഗ്നലിൻ്റെ സോഴ്സ് കോഡുകൾ ആർക്കും എടുത്ത് പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലാണ്. സിഗ്നലിൽ വരുന്ന അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ ഇൻ്റർനെറ്റിൽ ലഭ്യമാവുകയും നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. വാട്സപ്പിൽ ലഭ്യമായ ഏകദേശം എല്ലാ തരം ഫെസിലിറ്റീസും നമുക്ക് സിഗ്നലിലും ലഭ്യമാണ്. മെസ്സേജുകൾ അയക്കാം, ചിത്രങ്ങൾ അയക്കാം, അതുപോലെ തന്നെ വീഡിയോസ് അയക്കാം, വീഡിയോ ചാറ്റ് നടത്താൻ വേണ്ടി കഴിയും. ഇതൊക്കെ തന്നെ സിഗ്നൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലും നമുക്ക് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, സിഗ്നലിൽ നമുക്ക് മെസ്സേജുകൾ സമയം ഫിക്സ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാനും കഴിയും. അത് വാട്സപ്പിന് ആ ഫെസിലിറ്റി ഇല്ല. എന്നാൽ സ്റ്റാറ്റസ് വീഡിയോ, സ്റ്റാറ്റസുകൾ ഇടുക എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി സിഗ്നലിൽ ഇപ്പോൾ ലഭ്യമല്ല. എന്നാൽ വാട്സപ്പിൽ അത് ലഭ്യമാണ്. എന്നാൽ വാട്സാപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന ചെറിയ ഒരു കാലം കൊണ്ട് സിഗ്നൽ എന്ന് പറയുന്ന ആപ്പ് വളരെ കൂടുതൽ ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സിഗ്നലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ ഇപ്പോൾ ലഭ്യമായ എല്ലാ ഫെസിലിറ്റീസും സിഗ്നലിൽ ലഭ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് സിഗ്നൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിഗ്നൽ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ ആപ്പ് എന്ന് സെർച്ച് ചെയ്യാം. സിഗ്നൽ എന്നടിക്കുമ്പോൾ തന്നെ അവിടെ സിഗ്നൽ ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വാട്സപ്പ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാവുന്നതാണ്. സിഗ്നൽ പ്രൈവറ്റ് മെസ്സേജ് സിസ്റ്റമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് വരികയാണ്. നമുക്കിപ്പോൾ സിഗ്നൽ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. സിഗ്നൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റഡ് എന്ന് കാണിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് തന്നെ ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. ടേക്ക് പ്രൈവസി വിത്ത് യു, ബി യുവർ സെൽഫ് ഇൻ എവറി മെസ്സേജ്. ഈ സിഗ്നൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നമ്മുടെ പ്രൈവസിക്കാണ്. ആ മെസ്സേജ് തന്നെയാണ് ആദ്യം നമുക്ക് വരുന്നത്. ഒരു കാരണവശാലും സിഗ്നലിൻ്റെ ഡാറ്റ മറ്റുള്ളവർക്ക് കൈമാറുകയോ മെസ്സേജുകളെ സംബന്ധിക്കുന്ന ഒരു വിവരവും സിഗ്നൽ സ്റ്റോർ ചെയ്ത് വെക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ പ്രൈവസി തരുന്നതെന്നാണ്. ഇതിന് ലാഭേച്ഛയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിഗ്നൽ ഫൗണ്ടേഷൻ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ മറ്റൊരു വിൻഡോ പ്രത്യക്ഷപ്പെടുകയാണ്. സിഗ്നൽ നീഡ്സ് ആക്സസ് ടു യുവർ കോൺടാക്ട്സ് ആൻഡ് മീഡിയ ഇൻ ഓർഡർ ടു കണക്ട് വിത്ത് ഫ്രണ്ട്സ്, എക്സ്ചേഞ്ച് മെസ്സേജസ് ആൻഡ് മേക്ക് സെക്യൂർ കോൾസ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോണിലെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവർക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം.
അപ്പോൾ വീണ്ടും allow signal to access your contact, allow കൊടുക്കുന്നു. കുറച്ച് പെർമിഷൻ കൂടെയുണ്ട്. allow signal to access photo, media and files. ഇതൊക്കെ നമുക്ക് ഷെയർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പെർമിഷൻ ചോദിക്കുന്നത്. നമുക്കിവിടെ allow കൊടുക്കാം. വീണ്ടും allow signal to make and manage phone calls, allow കൊടുക്കാം. അപ്പോൾ നമുക്ക് വാട്സാപ്പ് പോലെ തന്നെ ഫോൺ നമ്പർ ചോദിക്കും. അപ്പോൾ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ആദ്യം കൺട്രിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നമുക്കിനി ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാം. ഫോൺ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ചുവട്ടിലുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വരും. ആ കോഡിൻ്റെ പ്രത്യേകത ഇവിടെ ആ കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടതില്ല. ഓട്ടോമാറ്റിക്കലി അവിടെ ഫിൽഡ് ആവുകയും അതുപോലെ തന്നെ അത് വെരിഫൈഡ് ആവുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായി വെരിഫൈഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ അടുത്തതായിട്ടൊരു പിൻ നമ്പർ, എൻ്റർ ദ പിൻ യു ക്രിയേറ്റഡ് ഫോർ യുവർ അക്കൗണ്ട്, ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം യുവർ SMS വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ ഒരു പിന്ന് വേണമെങ്കിൽ നമുക്കിവിടെ അടിച്ചു കൊടുക്കാം. ഞാൻ ഒരു പിൻ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അങ്ങനെ പിൻ കൊടുത്തു കഴിഞ്ഞ് കൺഫേം ചെയ്യുമ്പോൾ നമുക്കിവിടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗം വരും. അവിടെ നമുക്ക് നമ്മുടെ പേര് അടിച്ചു കൊടുക്കാം. ലാസ്റ്റ് നെയിം വേണമെങ്കിൽ അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ചിത്രം, വാട്സാപ്പിലെ പോലെ തന്നെ നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഞാനിപ്പോൾ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നില്ല, നെക്സ്റ്റ് കൊടുക്കാം. ഇതോടുകൂടെ നമ്മളുടെ സിഗ്നൽ ചാറ്റിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ചാറ്റ് ചെയ്യാൻ ഇനി വളരെ എളുപ്പമാണ്. ഈ പെൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുവരെയായി സിഗ്നൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ കോൺടാക്ട്സിലുള്ള മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ഇവിടെ വരുന്നതാണ്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരാളെ സെലക്ട് ചെയ്ത് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിലുള്ളതുപോലെ തന്നെ ഒരു ഡബിൾ ടിക്ക് വരും. എല്ലാ കാര്യങ്ങളും വാട്സാപ്പ് പോലെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഇതിനടിയിലായിട്ട് നമുക്ക് വോയിസ് കോൾ ചെയ്യാനുള്ള, വോയിസ് മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസ് കൈമാറാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലസ് എന്ന് ചേർത്തിട്ട് ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാം. എന്ത് കാര്യങ്ങളും ആഡ് ചെയ്യാവുന്നതാണ്. ജിഫ് ആയി ആഡ് ചെയ്യാം, ഫയലായി ആഡ് ചെയ്യാം, കോണ്ടാക്ട്സ് ഷെയർ ചെയ്യാം. ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ലഭ്യമാണ്. ഇനി ഇതിൻ്റെ മറ്റു ചില സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമുക്കൊരു ന്യൂ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഫ്രണ്ട്സിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ ഇങ്ങനെ കാണാം. SMS ആൻഡ് MMS അത് വാട്സാപ്പിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ SMS ആയി ഒരു മെസ്സേജ് നമുക്ക് അയക്കാം. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. സ്ക്രീൻ ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ സെക്യൂരിറ്റി ഉണ്ട്. ഇൻകോഗ്നിറ്റോ കീബോർഡ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റി ഇതിനകത്ത് തന്നിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യാം യൂസേഴ്സിനെ. ടൈപ്പിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റിസീവ് ചെയ്യേണ്ട ആൾക്ക്, ഇനി അതല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള മറ്റാളുകൾക്ക് നമ്മുടെ പേര് കൊടുത്തിട്ട് ഈസ് ടൈപ്പിംഗ് എന്ന് കാണിക്കാറുണ്ട് മുകളിൽ. പക്ഷേ അത് വേണ്ട, അങ്ങനെ കാണിക്കണ്ടെങ്കിൽ ഇതിവിടെ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് മറ്റുള്ളവർ അയക്കുന്ന മെസ്സേജ് നമ്മൾ നോക്കിയോ നമുക്ക് കിട്ടിയോ എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ അവർക്ക് ലഭിക്കും, വാട്സാപ്പിലുള്ളതുപോലെ തന്നെ. ഇനി അത് അങ്ങനെ ലഭിക്കണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. റെസിപ്പിയൻസിനെ കുറിച്ചുള്ള റെസിപ്റ്റ്സ് അത് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും പ്രൈവസിയെ സംബന്ധിക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇമോജീസ്, സിസ്റ്റം ഇമോജീസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് ഡൊണേറ്റ് ടു സിഗ്നൽ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ഇതാണ് ഇവരുടെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത്. ആളുകൾ കൊടുക്കുന്ന സംഭാവനകൾ ഉപയോഗിച്ചാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് രീതിയിൽ ക്യാഷ് കളക്ട് ചെയ്യേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റയൊക്കെ തന്നെ വളരെ സുരക്ഷിതമായി സിഗ്നൽ സൂക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഫെസിലിറ്റീസ് ഉള്ള, അതായത് വാട്സപ്പിനോളം തന്നെ
ഫെസിലിറ്റീസുള്ള സിഗ്നലിലേക്ക് മാറുക എന്നുള്ളത് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുന്നു. ഇത് 2 തരത്തിൽ, അതായത് ഓപ്പൺ സോഴ്സും അതുപോലെ തന്നെ ഈ വാട്സപ്പ് പോലെ ഫേസ്ബുക്ക് പോലെ ഒക്കെ തന്നെയുള്ള സോഴ്സ് കോഡുകൾ ലഭ്യമാക്കാത്ത പ്ലാറ്റ്ഫോമുകളും തമ്മിലുള്ള ഒരു മത്സരമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. ഇതിനകത്ത് ഒരു സോഷ്യലിസ്റ്റിക് പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഉബുണ്ടു പോലെ തന്നെ സോഴ്സ് കോഡുകൾ കൃത്യമായി ആളുകൾക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സിഗ്നൽ. അതുകൊണ്ട് തന്നെ നമുക്ക് സിഗ്നലിലേക്ക് മാറേണ്ടി വരും പുതിയ കാലഘട്ടത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റ് ടിപ്പുകളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.